أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله مولانا العلي العظيم. وقال نبينا وحبيبنا ومصطفانا محمد صلى الله عليه وسلم: إن الله تعالى أمرني أن آمركم أن تتقوا الله. صدق رسوله النبي المصطفى الأمين وعلى آله وأصحابه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ വെള്ളിയാഴ്ചയുടെ ഈ ദിവസത്തിൽ, പരിശുദ്ധമായ ഈ സുദിനത്തിൽ, ദിവസങ്ങളുടെ നേതാവായ പരിശുദ്ധമായ ഈ ദിവസത്തിൽ നമ്മെയെല്ലാം അല്ലാഹു ഈ ഭവനത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ അവന്റെ അവർണ്ണനീയവും അതുല്യവും അനുഗ്രഹത്തിന്റെ കവാടങ്ങൾ തുറന്നു നൽകുന്ന ഒരുപാട് അനുഗ്രഹങ്ങൾ, അതിലേറ്റവും വലുത് പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുന്നതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള സ്വർഗത്തിലേക്ക് അല്ലാഹു നമ്മെ എല്ലാവരെയും ഒരുമിപ്പിക്കട്ടെ. നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, അല്ലാഹു എല്ലാവർക്കും അവരുടെ ആഖിറത്തിനെ അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കുമാറാകട്ടെ. ബർസഖിയായ ജീവിതം അവർക്ക് ഏറ്റവും സന്തോഷമുള്ളതായി സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളും ആ ഇരുട്ടറയില്, ആ മണ്ണറയില് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. നാളെ നമ്മൾ ചെയ്യുന്നതിന്റെ അമലുകളെല്ലാം ഈ ലോകത്തോട് വിട പറഞ്ഞ് നാളെ ആ ഖബറിലേക്ക് എത്തുമ്പോൾ കാണാനുള്ള അവസരം അല്ലാഹു നൽകുമാറാകട്ടെ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾ പറഞ്ഞ് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഫോണിൽ ബന്ധപ്പെട്ടും അതുപോലെ നേരിട്ട് കണ്ടുമൊക്കെ ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങളും പറഞ്ഞു. എല്ലാം അറിയുന്നവന് റബ്ബാണ്. അല്ലാഹു എല്ലാവരുടെയും അസുഖങ്ങൾക്കെല്ലാം ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആശുപത്രികളിൽ കഴിയുന്ന, വീടുകളിൽ കഴിയുന്ന, ജുമുഅക്ക് പോലും വരാൻ പറ്റാത്ത പ്രിയപ്പെട്ടവർ, അല്ലാഹുവിന്റെ മുന്നിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റാതെ കിടപ്പിലായവർ, എല്ലാവർക്കും അല്ലാഹു പെട്ടെന്ന് തന്നെ ശിഫാവ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ഖുതുബയിലും നമ്മളെല്ലാവരും ജുമുഅകൾ കൂടുന്നവരാണ്. ഇനി 5 വഖത്ത് നിസ്കാരത്തിന് വന്നില്ല എങ്കിൽ പോലും പരിശുദ്ധമായ ജുമുഅക്ക് നമ്മളെല്ലാവരും നേരത്തെ തന്നെ എത്തും. അതിനുവേണ്ടി പ്രത്യേകം തയ്യാറാക്കും. മറ്റു ഫർളുകൾക്കില്ലാത്ത ഒരു പ്രാധാന്യം നമ്മൾ എന്തെങ്കിലും എപ്പോഴാണെങ്കിലും എവിടെയാണെങ്കിലും ജുമുഅക്ക് നമ്മൾ കൊടുക്കും. ഖുതുബ 2 ശ്രമിക്കാനായി, 2 ഖുതുബ നിസ്കാരത്തിന് മുമ്പുള്ള ഖുതുബകളെ ശ്രമിക്കാനായി നേരത്തെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് കയറിയിരിക്കുകയൊക്കെ തന്നെ ചെയ്യും. ആ ഖുതുബ നമ്മൾ നല്ലതുപോലെ ശ്രമിക്കും. ഖുതുബയെ പറ്റി ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ ഖുതുബ നല്ലതുപോലെ ശ്രമിക്കാതെ മറ്റെന്തെങ്കിലുമൊക്കെ വസ്തുക്കളുമായി ജോലിയായാൽ അതൊരു ചരൽ കല്ല്. അന്ന് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളികളുടെ അവസ്ഥയൊക്കെ നമുക്കറിയാം. അവരുടെ കാലത്ത് ഉണ്ടായിരുന്ന പള്ളികളുടെ അവസ്ഥ എന്നത്, അവരുടെ മുന്നിൽ നമ്മുടെ ഇതുപോലെ കാർപ്പറ്റ് അല്ലായിരുന്നല്ലോ. ഒന്നല്ലെങ്കിൽ ഈത്തപ്പന ഓല, അല്ലെങ്കിൽ ചരൽ കല്ലുകൾ വിരിച്ചിട്ട അവരുടെ ആ നെറ്റിത്തടം, സുജൂദിന്റെ നെറ്റിത്തടം പതിയുന്ന ആ പ്രദേശം, അത് ഒന്നല്ലെങ്കിൽ ചരൽ കല്ലുകളോ
അല്ലെങ്കിൽ ഈത്തപ്പന ഓലയൊക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് തങ്ങൾ അവിടെ ഉദാഹരിച്ചത്, നിങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ചരൽ കല്ലുകളെ ഇങ്ങനെ അലക്കിയാൽ പോലും നിങ്ങൾ ജുമഅയെ ബാത്തിലാക്കിയവരായി എന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖുതുബക്കിടയിൽ നല്ലതുപോലെ ശ്രമിച്ചിരിക്കണം. ഖുതുബക്ക് അത്രത്തോളം പ്രാധാന്യമാണ്. നമ്മുടെ മുന്നിലാണെങ്കിൽ ഇപ്പൊ ഉദാഹരിക്കേണ്ടത് ചെറിയൊരു നൂല് കിടന്നാൽ അതിനെ ആ സമയത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരുന്നാൽ, അല്ലെങ്കിൽ ഡ്രസ്സ് പിടിച്ചിങ്ങനെ നമ്മൾ നേരെയാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിക്കൊണ്ടിരുന്നാൽ ജുമുഅ ബാത്തിലായി. അത്രത്തോളം പ്രാധാന്യമാണ് പ്രിയപ്പെട്ടവരെ ഖുതുബ എന്നത്. അത് കേൾക്കാൻ പോലും കഴിയാത്ത വിധം നിസ്കാരത്തിന്റെ ഇഖാമത്ത് കൊടുക്കുമ്പോൾ ചാടിക്കേറി വരുന്നവർ, അവർക്ക് എങ്ങനെ ജുമുഅ കിട്ടുമെന്ന് നമുക്ക് നിർവചിക്കാൻ കഴിയില്ല. ഖുതുബ എന്നത് അടിസ്ഥാനമാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ഖുതുബയിൽ, ആദ്യത്തെ ഖുതുബയുടെ അവസാനം രണ്ടാമത്തെ ഖുതുബ തുടങ്ങുന്നതിന് മുമ്പായി ഇമാം മിമ്പറിലേക്കൊന്നിരിക്കും. രണ്ടാമത്തെ ഖുതുബ അത് തുടങ്ങുന്നതിന് മുമ്പായി ആദ്യത്തെ ഖുതുബയുടെ അവസാനം ഒരു ഇസ്തിറാഹത്തിന് വേണ്ടി, ഒരു വിശ്രമത്തിന് വേണ്ടി അല്പനേരം ഇരിക്കും. ഉലമാക്കൾ പറയുന്നു, ആ ഇരുത്തത്തിന്റെ ഇടയിലാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലോ, ജുമുഅ ദിവസത്തിൽ ഒരു സമയമുണ്ട്, ആ സമയത്തിൽ നിങ്ങൾ ദുആ ചെയ്താൽ ആ ദുആയ്ക്ക് ഇജാബത്തുണ്ടെന്ന് കളവ് പറയാത്ത നേതാവ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉലമാക്കൾ അതിനെ തഫ്സീർ ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, മുഹദ്ദിഥീങ്ങൾ പറയുന്നുണ്ട്, ആ ഇജാബത്തുള്ള സമയം എന്നത് ഇമാം ആദ്യത്തെ ഖുതുബ ഓതി ഇരിക്കുന്നതിന്റെ ഇടയിലാണെന്ന്. എന്റെ വിഷയം അതല്ല, ഞാനത് സൂചിപ്പിച്ചു വന്നുവെന്നേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, എന്റെ വിഷയത്തിലേക്ക് ഞാൻ വരികയാണ്. നമ്മളെല്ലാവരും ആദ്യത്തെ ഖുതുബ അവസാനിക്കുമ്പോൾ ഇമാമിന്റെ വായിൽ നിന്ന് വരുന്ന ഒരു വചനത്തെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കും. ഞാൻ പലപ്പോഴും എന്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്, ഞാൻ പലപ്പോഴും ഖുതുബ ഓതുമ്പോ, ആദ്യത്തെ ഖുതുബ അവസാനിക്കാറാകുമ്പോ ഞാൻ ആ രണ്ടായത്തുകൾ ഓതുമ്പോ പലരും നിങ്ങളുടെ ചുണ്ടുകൾ അനക്കിയ ആയത്തുകൾ എന്റെ കൂടെ ഓതുന്നത് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ. ഇപ്പോൾ പലവരും എന്റെ കൂടെ ഓതിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്തിൽ എന്താണ് പറയുന്നത്? നമ്മൾ ഇതുവരെ കൂടെ ഓതിയതല്ലാതെ ഇതെന്തിനാണ് ഇമാമ് എല്ലാ വെള്ളിയാഴ്ചയും ഓതുന്നത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപാട് ജുമുഅകള്, ഒരുപാട് ഖുതുബകള്, ഒരുപാട് ജുമുഅ നിസ്കാരങ്ങൾ കൂടിയ എന്റെ പുറകിൽ നിൽക്കുമ്പോ പല പ്രാവശ്യം ഈ സൂറത്ത് ഞാൻ ഓതിയിട്ടുണ്ട്. സൂറത്തുൽ അഹ്സാബ് എന്ന സൂറത്തിലെ 70-71 ആയത്തുകളാണിത്. സൂറത്തുൽ അഹ്സാബിലെ 70-71 ആയത്തുകളാണ് ഞാൻ ഇപ്പോൾ ഓതി വെച്ചത്. എല്ലാ ഖുതുബയിലും നമ്മൾ കേൾക്കുന്നതാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഒരു നിസ്കാരത്തിന് മുമ്പ് വരികയാണ്. ഈ ആയത്ത് ഓതി കേൾപ്പിക്കുന്നു, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ ഖൗലൻ സദീദാ. തീർന്നില്ല, യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമാ. നിസ്കാരത്തിന് മുമ്പ് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഈ ആയത്തിനെ ഓതിക്കൊടുക്കുമ്പോ നിസ്കാര ശേഷം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിരിഞ്ഞിരിക്കുകയാണ്. സഹാബത്തിൽ പലരും നിസ്കാരം കഴിഞ്ഞപ്പോ പെട്ടെന്നുള്ള ധൃതിയിൽ എഴുന്നേറ്റ് ഓടാൻ വേണ്ടി പോയപ്പോ എഴുന്നേറ്റ് പോയി പള്ളിയുടെ വെളിയിലേക്ക് പോകുവാൻ പ്രവേശിച്ചപ്പോ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾ കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ്. അവരിലേക്ക് ആംഗ്യം കാണിക്കുകയാണ്. എന്തിനാണ് തങ്ങൾ ആംഗ്യം കാണിക്കുന്നത്? ഇരിക്കാൻ വേണ്ടിയാണ്. സഹാബത്ത് പറയുന്നു, തങ്ങളങ്ങനെ ആംഗ്യം കാണിച്ചപ്പോ തങ്ങളുടെ പരിശുദ്ധമായ ആ കരങ്ങൾ കൊണ്ട് തങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിച്ചപ്പോ ഞങ്ങൾ ഇരുന്നു.
ഒരു വാക്ക് പോലും തട്ടിക്കയറാത്ത, ഒരു വാക്കിനും ചോദ്യം ചെയ്യാത്ത ആ പുണ്യ മനുഷ്യന്റെ മുന്നിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. ഇരുന്നപ്പോ അള്ളാന്റെ റസൂൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, ഇന്നല്ലാഹ തആല, തീർച്ചയായും അല്ലാഹു തആല അമറനീ, പടച്ചതമ്പുരാനോട് കൽപ്പിച്ചിരിക്കുകയാണ്, അന ആമുറക്കും, നിങ്ങളോട് കൽപ്പിക്കുവാൻ. ആയത്തിന്റെ വിശദീകരണം അള്ളാന്റെ റസൂൽ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. സഹാബത്തിന് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ലോക അവസാനം വരെ നിലനിൽക്കുന്ന ഗ്രന്ഥമല്ല വിശുദ്ധ ഖുർആൻ. ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. എല്ലാവർക്കും ജനങ്ങൾക്കാകമാനം അനുഗ്രഹമായി ലഭിച്ച വിശുദ്ധ ഖുർആനിന്റെ സൂറത്തുൽ അഹ്സാബിന്റെ 2 ആയത്തുകളെ പറ്റി ലോക ഉമ്മത്തിന് ഹബീബായ തങ്ങളെ പഠിപ്പിക്കുകയാണ്. അൻ തഖ്വല്ലാഹ്, അല്ലാഹു തആല എന്നോട് കൽപ്പിച്ചതെന്ന് പറയുമ്പോൾ നിങ്ങളോട് പറയുവാൻ, അൻ തഖ്വല്ലാഹ്, റബ്ബിനെ തഖ്വ ചെയ്യുവാനാണ്. അവൻ പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ച്, അവൻ പറഞ്ഞ വിധിവിലക്കുകളെ അതിനേക്ക് വെടിഞ്ഞ് അള്ളാഹുവിന്റെ പാതയിൽ തഖ്വ ചെയ്ത് ജീവിക്കുവാൻ റബ്ബ് പറയുമ്പോ അവിടെ കൊണ്ട് റബ്ബ് നിർത്തുന്നില്ല. വഖൂലൂ ഖൗലൻ സദീദാ, നിങ്ങൾ പറയേണ്ടതെന്തെന്നറിയുമോ? ശരിയായ വർത്തമാനം. അങ്ങനെ ശരിയായ വർത്തമാനവും തഖ്വയും ചെയ്ത് ജീവിച്ചാൽ, ഹബീബായ തങ്ങൾ 2ാമത്തെ ആയത്തോന്നുന്നു, നിങ്ങൾ തഖ്വയും നല്ല വർത്തമാനവും പറഞ്ഞ് ജീവിച്ചാൽ, നിങ്ങളങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ പരിശുദ്ധമാക്കിയാൽ, യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ അമലുകളെ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുവാൻ അല്ലാഹു ശരിയാക്കി തരുന്നതാണ്. നിങ്ങളുടെ അമലുകളെ അല്ലാഹു ശരിയായ പാതയിൽ നടത്തുവാൻ, അതിനെ അങ്ങനെ ചെയ്യുവാൻ അല്ലാഹു അവസരം നൽകുന്നതാണ്. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, എത്ര പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും റബ്ബിനെ തഖ്വ ചെയ്താൽ, നല്ല വർത്തമാനം പറഞ്ഞാൽ, ലോക ഉമ്മത്തിനോട് ഹബീബായ തങ്ങൾ പറയുകയാ, യഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങളെ പുറത്തു തരുന്നവനാണ് റബ്ബെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. തീർന്നില്ല, വമൻ യുതിഇല്ലാഹ്, അല്ലാഹുവിനെ വഴിപ്പെട്ടാൽ, വറസൂലഹു, അവന്റെ ദൂതനായ മുഹമ്മദ് എന്ന എന്നെയും വഴിപ്പെട്ടാൽ, എന്റെ പാരമ്പര്യത്തെ, എന്റെ ജീവിത മാർഗത്തെ നിങ്ങൾ പിന്തുടർന്നാൽ, ഫഖദ് ഫാസ ഫൗസൻ അളീമാ. എന്തൊരു വർത്തമാനമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നതെന്നറിയുമോ? ഫഖദ് ഫാസ, തീർച്ചയായും അവൻ വിജയിച്ചവനാകുമെന്ന് വിശുദ്ധ ഖുർആൻ. വീണ്ടും ആ വിജയത്തിനെ അല്ലാഹു ഇങ്ങനെ വിവരിക്കുകയാണ്. ഫൗസൻ, ഒരു വിജയിക്കൽ അവൻ വിജയിക്കും. അളീമാ, മഹോന്നതമായ ഒരു വിജയിക്കൽ അവൻ വിജയിക്കുമെന്ന് അള്ളാഹിന്റെ വിശുദ്ധ ഖുർആൻ. തങ്ങളിങ്ങനെ എഴുന്നേറ്റ് നിന്നിട്ട് 2 കാര്യമാണ് പറയുന്നത്. എന്റെ ആയത്തിലൂടെ നിങ്ങൾ പോയപ്പോ ശ്രദ്ധിച്ചു കാണും. പരിശുദ്ധ ഖുർആൻ ഇങ്ങനെ ഓതി ഹബീബായ തങ്ങൾ പറയുന്നു 2 കാര്യം. ഇപ്പോ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എനിക്ക് വഹിയായി ലഭിച്ചു. അൻ തഖ്വല്ലാഹ്, നബി തങ്ങൾ അപ്പോൾ എഴുന്നേറ്റ് പറഞ്ഞത് പുരുഷന്മാരോടാണ്. ഈ പറഞ്ഞു കഴിഞ്ഞിട്ട് തങ്ങൾ വെളിയിലേക്ക് ഇറങ്ങി സ്ത്രീകളെ എല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് ഹബീബായ തങ്ങൾ അവർക്ക് പ്രത്യേകമായി പറഞ്ഞു കൊടുത്തു, അൻ തത്തഖീനല്ലാഹ്, നിങ്ങൾ തഖ്വ ചെയ്യുന്ന പെണ്ണുങ്ങളായി മാറണം. അങ്ങനെ തന്നെ തങ്ങൾ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവരോട് വീണ്ടും പറഞ്ഞു, ശരിയായ വർത്തമാനം പറയണേ. ഈ ശരിയായ വർത്തമാനം എന്താണ് പ്രിയപ്പെട്ടവരെ? അബൂദർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ സ്വഹാബിയാണ് അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു. തങ്ങളുടെ ഒരു സംഭവമുണ്ട്. ഈ അബൂദർ റളിയല്ലാഹു തആല അൻഹുവിന് ഒരു ഭൃത്യനുണ്ടായിരുന്നു, ഒരു അടിമ.
ആ അടിമയെ ഒരു കാലത്ത് ഒരു ദിവസം ഹബീബായ തങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു വിശേഷണത്തോടുകൂടി ആ അടിമയെ അബൂദർ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ വിളിക്കുമ്പോ തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യമെന്നു വിളിച്ചത് ഇങ്ങനെയാണ്, യബ്ന സൗദ, കറുത്ത പെണ്ണിന്റെ മോനെ എന്നൊരു സഹാബി അങ്ങനെ അബൂദർ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു അങ്ങനെ വിളിക്കുമ്പോ തങ്ങൾക്ക് വല്ലാത്ത ദേഷ്യം വന്നു. ഹദീസിൽ കാണാം തങ്ങൾ വല്ലാതെ തങ്ങളുടെ ദേഷ്യം വരുമ്പോഴുള്ള മുഖം ഒരു മാതള നാരങ്ങയുടെ അകത്ത് ഉള്ള കളറല്ലേ നമ്മൾ കാണുന്നവരാണ്, റുമ്മാൻ പഴം. ആ റുമ്മാൻ പഴത്തിന്റെ അകത്ത് വല്ലാത്ത ചുവപ്പാണ്. അതുപോലെയായി ഹബീബായ തങ്ങളുടെ മുഖം മാറും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മാറുമ്പോ ഹബീബായ തങ്ങള് അബൂദറിനോട് കയർത്ത് സംസാരിക്കുകയല്ല ചെയ്യുന്നത്. തങ്ങൾ പറയുന്നത്, ജാഹിലിയത്തിന്റെ അടയാളങ്ങൾ നിന്നിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലേ അബൂദറേ? പാപം ചെയ്തതിനെയാണ് അള്ളാന്റെ റസൂൽ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു വർണ്ണ വിവേചനമില്ലാത്ത ഒരു മതത്തിൽ നിന്ന് കറുത്തവന്റെ മകനെ എന്ന് ഒരു അടിമയായ ഒരു മനുഷ്യനെ വിശേഷിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂൽ അബൂദർ, നിനക്ക് വേറെ പണിയില്ല, ഇങ്ങനെയാണ് നീ സംസാരിക്കേണ്ടത് എന്നല്ല തങ്ങൾ പറഞ്ഞത്. തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്, ജാഹിലിയത്തിന്റെ അടയാളം നിന്നിൽ നിന്ന് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ലേ? പറഞ്ഞ ആ വാക്കിനെയാണ് തങ്ങൾ എടുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ ഒരുപാട് അവസരങ്ങൾ, ഒരുപാട് തെറ്റുകൾ സംഭവിക്കുമ്പോ നമ്മളെല്ലാവരും ആ തെറ്റ് ചെയ്തയാളെയാണ് കുറ്റപ്പെടുത്തുന്നത്. ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു വാക്കുണ്ട്, തെറ്റ് ചെയ്ത ആളോടല്ല വെറുപ്പ് കാണിക്കേണ്ടത്, അവര് ചെയ്യുന്ന തെറ്റിനോടാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങൾ അതുകൊണ്ടാണ് ഈ വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ പറയുന്നത്, വഖൂലു ഖൗലൻ സദീദ, എപ്പോഴും ശരിയായ വർത്തമാനമേ മുഅ്മിനീങ്ങളിൽ നിന്ന് വരാവൂ. എപ്പോഴും ശരിയായ വർത്തമാനം, ദീനിനെ അകത്തിലേക്ക് എല്ലാവരെയും പിടിച്ചുകൊണ്ട് വരാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ദീനിന്റെ പുറത്തേക്ക് ഒരാൾ പോലും പോകരുത് എന്ന് ആഗ്രഹിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ. അള്ളാന്റെ വിശുദ്ധ ഖുർആൻ അതാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, വഖൂലു ഖൗലൻ സദീദ, നിങ്ങളങ്ങനെ ശരിയായ വർത്തമാനമേ, നല്ല വർത്തമാനം പറഞ്ഞാലേ, അള്ളാഹുവിന് തൃപ്തികരമാകുന്ന രീതിയിലുള്ള വർത്തമാനവും തഖ്വയും ചെയ്താലേ നിങ്ങളുടെ അമലുകൾ അള്ളാഹു നന്നാക്കി തരൂ. നമ്മളൊക്കെ എപ്പോഴും പറയാറില്ലേ, നിസ്കരിക്കാൻ നിന്നാൽ പല ചിന്തകൾ വരും. ഇനി എന്തെങ്കിലും സദഖ ചെയ്താല് അത് നാലാളുകളുടെ മുന്നിൽ എടുത്തു പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കും. എന്നിട്ട് വന്ന് മസ്അല ചോദിക്കും, അത് ശരിയാകുമോ ഉസ്താദേ, അങ്ങനെ പറഞ്ഞുപോയി. അല്ലെങ്കിൽ നിസ്കരിക്കാൻ നിൽക്കുമ്പോ ഇങ്ങനെയുള്ള ചിന്തകൾ എന്നെ അലട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തന്നെയുള്ള ഹിസാബ് ചെയ്യണം. ഹാസിബു ഖബല അൻ തുഹാസബു, സദഖ റസൂലുഹു നബിയുൽ മുസ്തഫൽ അമീൻ. നബി തങ്ങൾ പറഞ്ഞത് എത്രയോ സത്യമാണ്. ഹാസിബു, നിങ്ങളൊന്ന് വിചാരണ ചെയ്യണം. ഖബല അൻ തുഹാസബു, നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി സ്വയം ഒന്ന് വിചാരണ ചെയ്യണം. എന്റെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളൊക്കെ അള്ളാഹുവിന് എത്രമാത്രം പ്രിയങ്കരമാണ്. ഞാൻ പറഞ്ഞതെല്ലാം റബ്ബിന്റെ മുന്നിൽ, മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, നമ്മുടെ നാവിൽ നിന്നും ഒരു വാക്ക് പോലും ഒഴിയാതിരിക്കില്ല. ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്, റഖീബ് അതീദ് എന്ന മലക്ക് അതിനെ രേഖപ്പെടുത്തിയിട്ടില്ലാതെ എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കാഫിലൂടെ പരിചയപ്പെടുത്തുകയാണ്. ഓരോ വാക്കും അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് നമ്മൾ യഥാർത്ഥമായി വിശ്വസിക്കണ്ടേ? വിശുദ്ധ ഖുർആനല്ല പറഞ്ഞത്, ഓരോ വാക്കുകളും നിങ്ങളുടെ വലത് തോളിലും ഇടത് തോളിലും അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ അവരങ്ങനെ ഇരുന്ന് ഓരോ കാര്യങ്ങളെ രേഖപ്പെടുത്തുകയാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും തന്റെ അനുചരന്മാരും ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുമ്പോൾ ഒരു ചത്ത ഒരു ആടിനെ കാണുന്നു. അനുചരന്മാരിങ്ങനെ ആ ചത്ത ആടിനെ, ഒരു കുഞ്ഞാടാണ്, അതിങ്ങനെ ചത്തു കടന്നിട്ട് അതിന്റെ വയറ്റിൽ നിന്നുള്ള കുടലൊക്കെ ഇങ്ങനെ ചീഞ്ഞളിഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്. അനുചരന്മാർ അതിനെ നോക്കിയിട്ട് പറഞ്ഞു, എന്തൊരു വൃത്തികെട്ട മൃഗം, ഇങ്ങനെ ഒരു ദുർഗന്ധം വമിക്കുന്ന മൃഗം, എന്താ ഇങ്ങനെയൊക്കെ എന്ന് അനുചരന്മാർ പറയുമ്പോ, നല്ല വാക്കുകൾ വേണം എപ്പോഴും കണ്ടെത്താൻ. നല്ല മനുഷ്യരെപ്പോഴും നല്ലതിനെ കാണൂ. അനുചരന്മാരുടെ മുന്നിൽ വെച്ച് ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം പറയുകയാ, എത്ര സുന്ദരമായ കുഞ്ഞു പല്ലുകളാണ് ചത്തയാടിന്റേതെന്ന് ഈസാ നബി അലൈഹിസ്സലാം. നല്ല മനുഷ്യരെ എപ്പോഴും നല്ലതിനെ കാണൂ.
എപ്പോഴും നെഗറ്റീവ് മോശമായതിനെ ഒരിക്കലും പറയാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. നല്ലതിനെ എപ്പോഴും നമ്മൾ കാണാവൂ. മഅറൂഫുൽ ഖർഖമി റളിയല്ലാഹു തആല അൻഹു മഹാനായ ഒരു സൂഫി വര്യനാണ്. അദ്ദേഹം ഇങ്ങനെ ടൈഗ്രീസ് നദിയുടെ അടുത്തിങ്ങനെ ഇരുന്ന് ശിഷ്യന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ, ദജ്ല എന്നാണ് പറയുന്നത്. ടൈഗ്രീസ് നദിയുടെ അറബി പദമാണ് ദജ്ല. ഇറാനിലൂടെയും അങ്ങനെ ഒഴുകുന്ന ഒരു നദിയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം, ടൈഗ്രീസിന്റെയും യൂഫ്രട്ടീസിന്റെയും നദീതടത്തിൽ ഒരു ഒട്ടകം വിശന്ന് വലന്ന് നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നാളെ എന്നെ ഹിസാബ് ചെയ്യുന്നവനാണ് അള്ളാഹു എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. പ്രിയപ്പെട്ടവരെ, നല്ല വാക്കുകൾ പറയണം. ഈ ടൈഗ്രീസ് നദിയുടെ അടുത്തിരുന്ന് മഅറൂഫുൽ ഖർഖമി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന സൂഫി വര്യൻ ഇങ്ങനെ തന്റെ ശിഷ്യന്മാർക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തു കൊടുക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, അടുത്തുകൂടി കള്ളു കുടിച്ച് നൃത്തം ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സംഘത്തിനെ കാണുമ്പോ തന്റെ അടുത്തിരിക്കുന്ന അനുചരന്മാര് ആ മഹാനായ സൂഫി വര്യനോട് പറയുന്നുണ്ട്, വുദൂ അലൈഹിം, അവർക്കെതിരെ ദുആ ചെയ്യാൻ മേലെ. തന്റെ ഉസ്താദിനോട് ശിഷ്യന്മാര് പറയുന്നു, ഇങ്ങനെ അള്ളാഹുവിന്റെ വഴിയിലല്ലാതെ മോശമായി നടക്കുന്ന ആളുകളെ കാണുമ്പോ വുദൂ അലൈഹിം, അവർക്കെതിരെ ദുആ ചെയ്യാൻ മേലെ ഉസ്താദ് എന്ന് ചോദിക്കുമ്പോ മഹാനായ മഅറൂഫുൽ ഖർഖമി അതിന് മറുപടി പറഞ്ഞില്ല. പിന്നെ എന്താണ് ചെയ്തതെന്ന് നമുക്ക് താരീഖിന്റെ ഗ്രന്ഥം പരിശോധിക്കുമ്പോൾ കാണാം. മഅറൂഫുൽ ഖർഖമി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഇലാഹി, തന്റെ കൈകളെ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി അവരെ മോശമായി സംസാരിക്കുക അല്ല ചെയ്യുന്നത്. ഇലാഹി, എന്റെ ഇലാഹ, എന്നെ പടച്ച റബ്ബേ, വ സയ്യിദി, എന്റെ രാജാവേ, ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. അവരെ ദുനിയാവിൽ എത്രമാത്രം ഇങ്ങനെ നീ സന്തോഷിപ്പിച്ചോ. അവരിങ്ങനെ നടന്നു പോകുമ്പോ, കള്ളു കുടിച്ച് നടന്നു പോകുമ്പോ ആനന്ദ കുന്തിലരായ അവരിങ്ങനെ നൃത്തം ചവിട്ടിയാണ് പോകുന്നത്. അവർ ഈ അവസ്ഥയിൽ എത്ര സന്തോഷിക്കുന്നു. അല്ലാഹുമ്മ അസ്അലുക അൻ തുഫരിഹും ഫിൽ ആഖിറ, ഇവരിപ്പോ സന്തോഷിച്ചതുപോലെ നാളെ ആഖിറത്തിൽ നീ സന്തോഷിപ്പിക്കണേ എന്ന് മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്. അതായത് ഇങ്ങനെ ദുആ ചെയ്തത് എന്ന് ശിഷ്യന്മാർ അത്ഭുതപ്പെട്ടു. ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ അവർക്കെതിരെയല്ല ദുആ ചെയ്യാൻ പറഞ്ഞത്, ഇങ്ങനെ തെറ്റുകളിലൂടെ എപ്പോഴും ആണ്ട് നടക്കുന്നവർക്കെതിരെ ദുആ ചെയ്യാൻ പറഞ്ഞപ്പോ അവർക്ക് ആഖിറത്തിലും സന്തോഷം കൊടുക്കണേ എന്ന് തങ്ങൾ എന്താണ് ഇങ്ങനെ ദുആ ചെയ്തത് എന്ന് മഅറൂഫുൽ ഖർഖി റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിക്കുമ്പോ അദ്ദേഹം മഹാനവറുകൾ പറഞ്ഞു വെക്കുകയാണ്, ഞാനങ്ങനെ ദുആ ചെയ്യുമ്പോ അള്ളാഹു അവരുടെ മനസ്സിലേക്ക് തൗബയുടെ ഒരു പാത ഇട്ടുകൊടുത്താലോ. ഞാനങ്ങനെ ദുആ ചെയ്യുമ്പോ അള്ളാഹു എന്റെ ദുആ സ്വീകരിച്ച് തൗബയുടെ ഒരു പാത അവർക്ക് മാറണം എന്നുള്ള ഒരു തോന്നൽ അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്ത് അവരെ തൗബ ചെയ്താൽ അൻ തുഫരിഹും ഫിൽ ആഖിറ, ആഖിറത്തിൽ അവർ സന്തോഷിക്കുന്നവരാകില്ലേ എന്ന് മഹാനായ ഇമാം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആരെ കുറിച്ചും മോശമായ ഒരു ചിന്തയോടുകൂടി ഒരിക്കലും ജീവിക്കരുത്. എല്ലാവരെ പറ്റിയും നല്ല ചിന്ത, നല്ലവനാണ് എന്ന് ചിന്തിക്കണം. അവൻ ഇങ്ങനെയാണ്. ഒരു 4 ആൾ കൂടുന്ന സദസ്സില് ഒരുത്തനെ വിളിപ്പിനാക്കുന്നത് നമ്മൾ വലിയ കാര്യമായിട്ടാണ് എടുക്കുന്നത്. എങ്കിലും തങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അബൂദർ റളിയല്ലാഹു തആല അൻഹു ഒരു മനുഷ്യനോട് അങ്ങനെ സമ്മതിച്ചപ്പോ, യബ്ന സൗദ, കറുത്തവന്റെ മകനെ, കറുത്ത ഉമ്മയുടെ മോനെ എന്ന് വിശേഷിപ്പിച്ചപ്പോ തങ്ങൾ അതിനെ തിരുത്തി പറഞ്ഞില്ലേ? തിരുത്തി പറയുന്നതിനും ഒരു നല്ലൊരു വശ്യ സൗന്ദര്യം ഉണ്ടായിരിക്കണം. സൗന്ദര്യത്തിന്റെ വാക്കുകളാണ് എപ്പോഴും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടാവൂ. ത്രികാല ജ്ഞാനിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല, റബ്ബിനെ മാത്രമേ എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയാവൂ എന്ന് നമുക്കറിയാം. കടന്നുപോയതും നടന്നുകൊണ്ടിരിക്കുന്നതും വരുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് യഥാർത്ഥത്തിൽ അറിയുന്നവന്റെ റബ്ബ് മാത്രമാണ്. ആ റബ്ബ് ഫിർഔനിന്റെ അടുത്തേക്ക് മൂസാ നബിയെയും ഹാറൂൻ നബിയെയും അയക്കുമ്പോ അള്ളാഹുവിന്റെ വാക്കാണ്, ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, മയമായിട്ട് സംസാരിക്കണം കേട്ടോ. അള്ളാഹുവിനറിയാം ഫിർഔനിന്റെ ഭാവി അവസ്ഥ എന്താണെന്ന്.
അവൻ മൂസ നബിയെയും തന്റെ അനുചരന്മാരെയും അത്രമേൽ ഉപദ്രവിക്കുമെന്ന് അറിഞ്ഞിട്ടും ഫിർഔനിന്റെ അടുക്കലേക്ക് വിടുമ്പോൾ അള്ളാഹു പറയുന്നത് എന്താ? ഫഖൂലാലഹു ഖൗലൻ ലയ്യിന, നിങ്ങൾ സംസാരിക്കുമ്പോൾ മയമായിട്ട് വേണം സംസാരിക്കാൻ കേട്ടോ. ചിലപ്പോ ആ മയത്തിലുള്ള സംസാരത്തിലായിരിക്കാം അവന്റെ ഹൃദയത്തിലേക്ക് ഹിദായത്തിന്റെ വെളിച്ചം അവൻ തന്നെ രൂപപ്പെടുത്തി എടുക്കുന്നത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ തഫ്സീറിൽ ഖുർത്തുബി ഇമാം ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, നല്ല ഒരു മനുഷ്യനായി ജീവിക്കുക. നബി തങ്ങൾ പറഞ്ഞില്ലേ, വഖൂലൂ ലിന്നാസി ഹുസ്ന, ജനങ്ങളോട് എപ്പോഴും നല്ല രീതിയിൽ വേണം സംവദിക്കാൻ, എങ്കിലേ നമുക്ക് നാളെ ആഖിറത്തിൽ അതിന്റെ ഗുണമുണ്ടാകൂ. അതുകൊണ്ടാണ് എല്ലാ ഖുതുബയിലും നമ്മളിങ്ങനെ എപ്പോഴും പറയും, എങ്ങനെയാണ് എപ്പോഴും നല്ല വർത്തമാനം സംസാരിക്കാൻ പറ്റുക. അത്രമേൽ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ എല്ലാ ഖുതുബയിലും, എല്ലാ ജുമഅയുടെ ഖുതുബയിലും നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു, നിങ്ങൾ പറയണം ഖൗലൻ സദീദ, ശരിയായ വർത്തമാനത്തെ പറയണം. ശരിയായ വർത്തമാനം എങ്കിലേ യുസ്ലിഹു ലക്കും, നിങ്ങളുടെ അമലുകളെ അല്ലാഹു നന്നാക്കി തരൂ. നിങ്ങളുടെ അമലുകളെ അല്ലാഹു നന്നാക്കി തരൂ. തീർന്നില്ല, വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങൾ എത്ര പാപം ചെയ്തവരാണെങ്കിലും ആ പാപങ്ങളെ അല്ലാഹു പുറത്തു തരൂ. വമൻ യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ നല്ലൊരു വിജയവും മഹോന്നതമായ വിജയവും കരസ്ഥമാക്കാമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എപ്പോഴും നല്ലത് മാത്രം കാണുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ലത് മാത്രം നമ്മുടെ വായിൽ നിന്ന് അല്ലാഹു തന്ന ഈ നാവാണെങ്കിൽ അലം നജഅൽ ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, നിങ്ങൾക്ക് കണ്ണുകൾ നൽകിയത് അല്ലാഹു ആണെങ്കിൽ, നിങ്ങൾക്ക് രണ്ട് ചുണ്ടുകൾ നൽകിയത് അല്ലാഹു ആണെങ്കിൽ, നിങ്ങൾക്ക് നാവുകൾ നൽകിയത് അല്ലാഹു ആണെങ്കിൽ, ഇതിന്റെ എല്ലാം പേരിൽ നാളെ ചോദ്യം ചെയ്യേണ്ടി വരും. അല്ലാഹു നമ്മൾ നാളെ ഹിസാബിന്റെ വേളയിൽ അവിടേക്ക് കയറ്റി നിർത്തില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ നാവ് നിങ്ങൾ എന്തിനൊക്കെ ഉപയോഗിച്ചു? നാമല്ലല്ലോ നാളെ അവിടെ സംസാരിക്കുന്നത്. എപ്പോഴും ഓതുന്ന സൂറത്തല്ല സൂറത്ത് യാസീൻ, അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, കൈകളാണ് സംസാരിക്കുന്നത്. നമ്മുടെ നാവ് പറഞ്ഞതെല്ലാം പറയുന്നതാരാ? കൈകൾ. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം, ഇനി ആ കൈകൾ പറയുന്ന കാര്യങ്ങൾക്ക് ആരാണ് സാക്ഷ്യം വഹിക്കുന്നത്? ഫതശ്ഹദു അർജുലുഹും, കാലുകൾ സാക്ഷി പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. ബിമാ കാനൂ യക്സിബൂൻ, എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്തോ അതിനെ ഇല്ല. ഒരിക്കൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് യഹൂദന്മാരിൽപ്പെട്ട ചിലര് കടന്നു വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോ, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും അല്ല കേട്ടോ, അസ്സലാമു അലൈക്കും, നിങ്ങളുടെ മേൽ ശിക്ഷയുണ്ടാകട്ടെ അല്ലെങ്കിൽ മോശമായതുണ്ടാകട്ടെ എന്നുള്ള അർത്ഥതലങ്ങളിലേക്ക് വരുന്ന വാക്കുകൾ പ്രയോഗിച്ചപ്പോ ആയിഷ ബീവി അടുത്തുണ്ട്. തിരിച്ചിങ്ങനെ പറയാൻ വേണ്ടി വ്യഗ്രത കാണിക്കുമ്പോ ആയിഷ ബീവിയോട് റസൂലുള്ള പറയുന്നുണ്ട്, ലാ തഖൂനി ഫാഹിഷ, നീ മോശമായതിനെ പറയരുത് കേട്ടോ ആയിഷ. അവരിലേക്ക് തന്നെ അവർ പറഞ്ഞതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മടക്കും. നബി തങ്ങൾ മടക്കിയത് അലൈക്കും എന്ന് മാത്രമാണ്. നബി തങ്ങൾക്ക് വേണമെങ്കിൽ അസ്സാമു അലൈക്കും തിരിച്ചും പറയാമായിരുന്നു, അലൈക്കും അസ്സാമു എന്ന് പറയാമായിരുന്നു, നിങ്ങളുടെ മേലും നാശം ഉണ്ടാകട്ടെ എന്ന്. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അലൈക്കും, നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ എന്നേ തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ആയിഷ ബീവി അങ്ങനെ പറയാൻ വേണ്ടി പോകുമ്പോ റസൂലുള്ള പറയുകയാണ്, നല്ലത് മാത്രം എപ്പോഴും സംസാരിക്കണേ, നല്ലത് മാത്രം എപ്പോഴും ചിന്തിക്കണേ, നല്ല ഹൃദയത്തോടു കൂടി നടക്കണേ എന്ന് എപ്പോഴും ഉമ്മത്തിനെ വിശേഷിപ്പിച്ചുകൊണ്ട് നടന്ന ഹബീബായ തങ്ങൾ തന്റെ എത്ര വലിയ അടുത്ത് നിൽക്കുന്ന ആളാണെങ്കിലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ കൊണ്ട് ഉപദേശിക്കും, നന്മ കൊണ്ട് നബി തങ്ങൾ തടയും. തങ്ങൾ തടഞ്ഞില്ല. തന്റെ ഏറ്റവും പ്രിയങ്കരിയായ ഭാര്യയോട് പറഞ്ഞു, ലാ തഖൂനി ഫാഹിഷ, മോശമായതൊന്നും പറയല്ല ആയിഷ എന്ന് പറയുകയാ. അതുകൊണ്ട് എപ്പോഴും നല്ല വർത്തമാനങ്ങൾ മാത്രം പറയുക. നമ്മൾ എത്രമാത്രം കുത്തി പറയുന്നവരാണെങ്കിലും വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, എന്റെ മുന്നിലിരിക്കുന്ന എല്ലാവർക്കും അറിയുന്ന സൂറത്തല്ല സൂറത്തുൽ ഹുമസ. എന്താണ് അതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം അറിയാമെങ്കിൽ നമ്മൾ നാലാളുടെ മുന്നില് അത്രമേൽ വലിയ ആളാണ് തെളിയിക്കാൻ ആളുകൾ കളിയാക്കുമോ? വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ഹുമസ, അവഹേളിക്കുന്നവനും കുറ്റപ്പെടുത്തുന്നവനും വൈലെന്ന നരകത്തിലാണെന്ന് വിശുദ്ധ ഖുർആനോദി ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.
വീണ്ടും പറയുന്നു, ആയത്തിങ്ങനെ ഓതി വരുമ്പോ ഹുത്തമ എന്നതിലേക്ക് എറിയപ്പെടും. ഹുത്തമ എന്നത് തീയെ കൂട്ടിയിട്ട് ഭയങ്കരമായി ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന, ഹൃദയത്തെ പോലും കരിച്ചു കളയുന്ന ഒരു തീയാണ് ഈ ഹുത്തമ എന്ന് വിശുദ്ധ ഖുർആൻ. കുറ്റപ്പെടുത്തുന്നവർക്കും അവഹേളിക്കുന്നവർക്കുമുള്ള ശിക്ഷയാണത്, നാശമാണ് അവർക്കെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. അതുകൊണ്ട് എപ്പോഴും നല്ലത് മാത്രം പറയണം പ്രിയപ്പെട്ടവരെ. ഹബീബായ തങ്ങളുടെ വാക്കാണ് എപ്പോഴും ഖുതുബയിൽ പറയുന്നത് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ഇനി അത് ഓതുമ്പോൾ എപ്പോഴും മനസ്സിൽ എന്റെ എപ്പോഴും കൊണ്ടു നടക്കണം. ഇതാണ് എന്നോട് എപ്പോഴും വിശുദ്ധ ഖുർആൻ ഖുതുബയുടെ അവസാനത്തിൽ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ തഖ്വ ചെയ്യണം. വഖൂലൂ ഖൗലൻ സദീദ, ശരിയായ വർത്തമാനം, സദീദ് എന്നാണ്, ഐ സ്വഹീഹൻ, ശരിയായ വർത്തമാനം പറയണം. എന്നാലേ നിങ്ങളുടെ അമലുകളെ അല്ലാഹു നന്നാക്കി തരൂ. നിങ്ങൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ മോശമായ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവ് ശരിയല്ല. വയഗ്ഫിറുലക്കും ദുനൂബക്കും, പാപങ്ങൾക്ക് നിങ്ങൾ തൗബ ചെയ്തിട്ടും എന്റെ പാപങ്ങൾ സ്വീകരിച്ചില്ലേ എന്നുള്ള തോന്നൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നാവ് ശരിയല്ല. വമൻ യുതിഇല്ലാഹ വറസൂല, അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞ കാര്യങ്ങളെ അനുസരിച്ചില്ല എങ്കിൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, അനുസരിച്ചാൽ നല്ല വിജയം നൽകുമെന്ന് പറയുമ്പോ അതിന്റെ നേരെ എതിര് ചിന്തിച്ചുകൊള്ളുക. റസൂലിന്റെ പാതയും അള്ളാഹുവിന്റെ പാതയെ നിങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ യഥാർത്ഥമായ ആഖിറത്തിലെ പരാജയത്തിൽ പെട്ടുപോകുമെന്ന് ഇതിന്റെ നേരെ എതിര് ചിന്തിക്കുക. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തന്ന ഈ നാവിനോട് എപ്പോഴും നീതി പുലർത്താൻ, ഈ നാവ് കൊണ്ട് നാളെ ഹക്ക് മാത്രം സംസാരിക്കുന്ന ആളുകളായി, യഥാർത്ഥ തഖ്വയുള്ളവരായി, റസൂലുള്ളാഹിയുടെയും പടച്ച തമ്പുരാന്റെ വഴികളില് നടക്കാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ശബ്ദിക്കുന്ന, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി ശബ്ദിക്കുന്ന നല്ല ഒരു നാവായി, നല്ല കരങ്ങളായി, നല്ല ഹൃദയമായി അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.